40 വയസ്സുകാരൻ വീണ്ടും പോർച്ചുഗലിന് രക്ഷകനാവും. തന്റെ കരിയറിലെ 2ാം നേഷൻസ് ലീഗ് തൂക്കി ക്രിസ്ത്യാനോ റൊണാൾഡോ. വീണ്ടും പോർച്ചുഗൽ നേഷൻസ് ലീഗ് ചാമ്പ്യൻസ്. ഹായ് ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. അങ്ങനെ മത്സരം എല്ലാവരും കണ്ടു കാണും. പോർച്ചുഗൽ സ്പെയിനിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മുഴുവൻ ചർച്ചകൾ ഇതായിരുന്നല്ലോ. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയും യമിൻ യമാലും ഏറ്റുമുട്ടുന്നു എന്നൊക്കെയായിരുന്നു. പക്ഷെ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും യമാൽ നല്ല പ്ലെയറാണ്, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഭയങ്കര നല്ല കഴിവുള്ള ഒരു പ്ലെയറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യമാലിന്റെ കളിയൊക്കെ. പക്ഷെ എന്നാലും നമുക്ക് റൊണാൾഡോ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യണമെങ്കിൽ ആള് ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു. ആള് കോൺസ്റ്റന്റ് ആയിട്ട് കളിക്കേണ്ടിയിരിക്കുന്നു. മെസ്സിയും റൊണാൾഡോയും ഒക്കെ അവര് ഷെയർ ചെയ്ത ഒരു 15 വർഷമൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും വർഷമൊക്കെ ഇപ്പോഴും അതേപടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയേഴ്സ് ആണ് അവര്. അപ്പൊ അവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യണമെങ്കിൽ വളരേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം അത് പറഞ്ഞ് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ മത്സരത്തിന്റെ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ചർച്ചകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആര് ജയിക്കും എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്പെയിനിന് വിജയ സാധ്യത വളരെ കൂടുതലായിരുന്നു. കാരണം നമ്മൾ കണ്ട ആ ഒരു പാറ്റേൺ, സ്പെയിനിന്റെ ഇപ്പോഴത്തെ ഒരു വരവ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഫുട്ബോൾ ലോകം മുഴുവൻ കാണുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ സ്പെയിനിന് വിജയ സാധ്യത വളരെ കൂടുതലായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും പറയുന്ന ഒരു കാര്യം, പോർച്ചുഗലിന്റെ സ്കോഡ് സ്ട്രെങ്ത്, ഇത്രയും എക്സ്പീരിയൻസ്ഡ് സ്കോറാണ് പോർച്ചുഗലിനുള്ളത്. ഇപ്പോൾ സ്പെയിൻ ഇല്ലാതെ പോയതാണ്. സ്പെയിൻ യങ് ടാലന്റുകളായിരുന്നു കൂടുതൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരെ എങ്ങനെ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യണം, ഓരോ സമയത്തും ഓരോ കാര്യങ്ങളിലും അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നറിയാവുന്ന അണ്ണന്മാരായിരുന്നു പോർച്ചുഗലിന്റെ സ്കോഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊരു പോർച്ചുഗലിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു എന്താ പറയാ പ്ലസ് പോയിന്റ് ആയിരുന്നു അത്. അപ്പൊ ഇന്ന് കളിയിലുടനീളം കാണാൻ കഴിഞ്ഞു. കാരണം ചീറി നിൽക്കുന്ന സ്പെയിന്റെ മക്കളെ പോർച്ചുഗൽ നിസ്സാരമായി ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും ആദ്യത്തെ ഒരു ഗോള് 21ാമത്തെ മിനിറ്റിലാണ് വരുന്നത്. അത് സ്പെയിനാണ് ആദ്യ ഗോള് അടിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റയും അതേപോലെ ഡിഫൻഡറും തമ്മിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് വന്ന ഒരു ഗോളാണ്. എന്നാൽ അതിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 26ാമത്തെ മിനിറ്റിൽ മാൻഡസ് ഒരു എന്താ പറയാ ഗോള് ചുമ്മാ വന്ന് കയറി അടിച്ചിട്ടങ്ങ് പോയി. മാൻഡസിനെ ഞാൻ നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഹക്കീമിയെ പറ്റി പറഞ്ഞ പോലെയാണ് മാൻഡസ്. ആള് റൈറ്റ് വിങ് ബാക്ക് തന്നെ ലെഫ്റ്റ് വിങ് ബാക്ക് തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം ആളൊക്കെ അപ്പുറത്തെ പോസ്റ്റിലൊക്കെ ഉണ്ട് എപ്പോഴും. അതും എന്താ ആളുടെ പേസ്, എന്താ റണ്ണ്, സ്പീഡ് ഭയങ്കര തന്നെ. ബുമ്മെന്നാണ് കയറി പോകുന്നത്. അപ്പോൾ അത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ കൂടെ ഒരുത്തനെ കൊണ്ട് ഇട്ട് കൊടുത്ത് അവനതിന്റെ അപ്പുറം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് ആ ഗോളും കൂടെ കഴിഞ്ഞിട്ട് യമാലിന്റെ ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു, ഒരു 6 അടിക്കുന്ന പോലത്തെ ഫ്രീ കിക്ക്. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ കരുതി യമാൽ കുറച്ച് പ്രഷറിലാണ്. കാരണം ആൾക്ക് ആ ഫ്രീ കിക്ക് കണ്ടാലും അങ്ങനെ തോന്നും യമാൽ ഒരു പ്രഷറിലാണോ. കാരണം നല്ലൊരു കിക്ക് എടുക്കേണ്ട സ്ഥാനത്ത് യമാല് ഭയങ്കര ഹൈറ്റിൽ പോസ്റ്റിന്റെ 5 അയലത്തോടെ പോലെ അല്ലാത്ത രീതിക്ക് ഒരു കിക്ക്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായത് എനിക്ക് യമാലിന് പ്രഷർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് 45ാം മിനിറ്റിൽ സ്പെയിൻ വീണ്ടും ഗോൾ ഇടുന്നുണ്ട്. ആ ഗോള് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ബിൽഡിംഗ് ആ ഒരു ടൈമിൽ ഒരു ഫൗൾ ഉണ്ടായിരുന്നു എന്ന് എന്റെ ഒരു ഡൗട്ടാണ്. പക്ഷെ അത് ഓവർ ചെക്കിംഗ് ഒക്കെ പോയപ്പോഴത്തേക്ക് ഫൗളൊന്നും അല്ല, ഗോള് അലോ ചെയ്യുകയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് അതിന് തൊട്ട് പുറകെ ബ്രൂണോ ഫെർണാണ്ടസ് ഒരു ഗോൾ ഇടുന്നുണ്ട്. അതൊരു അടിപൊളി, ഒരു അമേസിംഗ് ഗോൾ, വണ്ടർ ഗോൾ എന്ന് പറയേണ്ടി വരും. അമ്മാതിരി ഒരു സാധനമായിരുന്നു. പക്ഷെ അത് ഓഫ് സൈഡ് ഫ്ലാഗ് ഉയരുന്നു. പോർച്ചുഗൽ വീണ്ടും 1 എന്ന സ്കോറിൽ തന്നെ തുടരുന്നു. പിന്നീട് 61ാമത്തെ മിനിറ്റിൽ അവരുടെ രക്ഷകൻ എത്തുന്നു. രക്ഷകനിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആളിലൂടെ 61ാം മിനിറ്റിൽ അവർ ഈക്വലൈസ് ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, റൊണാൾഡോയുടെ പൊസിഷനിങ്, റൊണാൾഡോ ബോക്സിന്റെ ഉള്ളിൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് ഷൂട്ട് ചെയ്യാനോ കാല് വെക്കാനോ ബോളെ കാല് തൊടാനോ ഒരു പൊസിഷൻ പുള്ളിക്ക് ഉണ്ടെങ്കിൽ അത് ഗോളാക്കുന്ന ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്രോപ്പർ സ്ട്രൈക്കറാണ് പുള്ളി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അത് സത്യമാണ്. ഇന്നും അതേപടിയാണ് ഗോൾ ഇട്ടത്. ആ ക്രോസ് വരുന്ന സമയത്ത് മാൻഡസ് ആണെന്ന് തോന്നുന്നു ക്രോസ് ഇടുന്നത്. മാൻഡസിന്റെ അടുത്ത് ക്രോസ് വരുന്ന സമയത്ത് അവിടെ ആളുണ്ട് എന്നുള്ളതാണ്. റൊണാൾഡോ അവിടെ ഉണ്ട്. ആ കാല് വെറുതെ വെക്കേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. ബ്രില്യൻ്റ് ആയിട്ട് അത് പ്ലേസ് ചെയ്യുന്നു, ഗോളാക്കുന്നു. അപ്പോൾ അതാണ് റൊണാൾഡോ. ആ ഒരു ഗോളിലൂടെ അവർ ഈക്വലൈസ് ചെയ്യുന്നു. പിന്നീട് മത്സരം പോവുകയാണല്ലോ. പിന്നീട് എന്താ പറയാ എക്സ്ട്രാ ടൈമിലേക്കും ഒക്കെ പോയി അവസാനം പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ എത്തിയ മത്സരം. സ്പെയിന്റെ ആദ്യത്തെ കിക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ബ്രില്യന്റ് കിക്കുകളായിരുന്നു, ഭയങ്കര കൂളായിട്ട് സിമ്പിൾ ആയിട്ട്. എന്നാൽ പോർച്ചുഗലിന്റെ ആദ്യത്തെ 2 കിക്കൊന്നും അത്ര നല്ല കിക്കായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും വന്നവരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയതുകൊണ്ട് അവർക്കെല്ലാം വലിയ എത്തിക്കാൻ സാധിച്ചു. ബ്രൂണോ ഫെർണാണ്ടസിന്റെ കിക്കാണ് എനിക്ക് ഏറ്റവും ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഭയങ്കര കൂളായിട്ടുള്ളൊരു കിക്കായിരുന്നു. അപ്പൊ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഭയങ്കര രസമുള്ള ഒരു ഫൈനലാണ് കഴിഞ്ഞു പോയത്. അങ്ങനെ 5-4 എന്ന പെനാൽറ്റി ഷൂട്ട് ഔട്ട് സ്കോറിൽ പോർച്ചുഗൽ കപ്പടിക്കുന്നു.
വീണ്ടും റൊണാൾഡോ തന്റെ രണ്ടാമത്തെ കിരീടം എടുത്ത് ഇങ്ങനെ തോളിൽ വെക്കുന്നു. അത് രണ്ടാമത്തെ കിരീടം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നേഷൻസ് ലീഗ് എടുത്ത് പുള്ളി തോളിൽ വെക്കുന്നു. പിന്നെ അപ്പൊ പെനാൽറ്റി വന്നു കഴിഞ്ഞാൽ പോർച്ചുഗൽ ജയിക്കുമെന്ന കാര്യത്തിൽ നല്ല ഉറപ്പായിരുന്നു. കാരണം ഡിയേഗോ കോസ്റ്റ എന്ന മനുഷ്യൻ ആളെന്ത് കൂളാണ്. ആളിങ്ങനെ എന്താ പറയാ, ആളുടെ ഫേസ് ആണ് ഒരു കോൺഫിഡൻസ് കിങ് എന്ന് പറയേണ്ടി വരും. ഒരു പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളി കൂളാണ്, അടിപൊളി പുള്ളി. എന്താ അതേപോലെ പറയേണ്ട മറ്റൊരു പ്ലെയറാണ് വിറ്റീഞ്ഞൊക്കെ എന്ത് കൂളാണ് ആള്. ഒരു പ്രഷറും ഇല്ലാണ്ട് അവിടുന്ന് ആ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും പുള്ളി ബോൾ വാങ്ങി പുള്ളി സിമ്പിൾ ആയിട്ട് ആ തലയൊക്കെ പൊക്കി നോക്കി ആളെ കൊടുക്കേണ്ടടുത്ത് കൊടുത്ത്. വിറ്റീഞ്ഞൊക്കെ വേറെ ലെവൽ. ഇന്ന് ലൈനപ്പ് വന്നപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ച കാര്യമാണ്. എന്റെ ഇങ്ങനെ ഡിസ്കഷനിലൊക്കെ ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്ത കാര്യം. കാരണം ഞാൻ ഇന്ന് കാണുന്ന കുറച്ച് ഒരു 10 ഏറ്റവും നല്ല മിഡ്ഫീൽഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ബ്രൂണോ ഫെർണാണ്ടസ്, അതേപോലെ ബെർണാർഡോ സിൽവ, വിറ്റീഞ്ഞ, ഈ 3 പേരുണ്ട് ഉറപ്പായിട്ടുണ്ട്. കാരണം ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല മിഡ്ഫീൽഡർമാരിൽ 3 പേര് ആണ് ഇവര്. അപ്പോൾ ഒരു 10 പേരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 പേര് ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അവർ 3 പേരും കൂടി കളിച്ചിരുന്നെങ്കിൽ കുറച്ച് അടിപൊളി ആയേനെ എന്ന് പറഞ്ഞ് ഇന്ന് ഫസ്റ്റ് ലോൺ വന്നപ്പോഴത്തേക്ക് 3 പേരും ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ. വിറ്റീഞ്ഞ, ഫെർണാണ്ടസ്, സിൽവ, ഇവർ 3 പേരും കൂടിയാണ് കളിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടായിരുന്നു. പക്ക ഡിഫൻസ് ഒക്കെ ഭയങ്കരമായിരുന്നു. ഇന്റർസെപ്ഷൻസ് അടിപൊളിയായിരുന്നു. റൊണാൾഡോ വരെ വന്ന് ഇന്റർസെപ്ഷൻസ് നടത്തുന്നത് നമ്മൾ കണ്ടു. എമാലിന്റെ അടുത്ത് വന്ന് കൂളായിട്ട് 2 വട്ടം ബോൾ എടുത്തോണ്ട് പോകുന്നുണ്ടായിരുന്നു. എമാൽ ഇങ്ങനെ എന്താ സംഭവം എന്നുള്ള ഒരു മട്ടില് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്റർസെപ്ഷൻസ് ഒക്കെ കൂടുതലും ഒരു ഡിഫെൻസീവായിട്ടാണ് പോർച്ചുഗൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ ലെഫ്റ്റ് വിങ്ങിലൂടെ അറ്റാക്കുകൾ തുടരെ പോകുന്നുണ്ടായിരുന്നു. അത് മാൻഡസിന്റെ ഒരു സൈഡാണല്ലോ അത്. അവിടുന്ന് ബും അറ്റാക്കുകൾ കയറുന്നുണ്ടായിരുന്നു. കുറെ ഡേഞ്ചറുകൾ ക്രിയേറ്റ് ചെയ്യാൻ ലെഫ്റ്റ് വിങ്ങിലൂടെ കഴിഞ്ഞു. പിന്നെ അവസാനം ഒരു 5 മിനിറ്റ്, ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ഒക്കെ സ്പെയിൻ ഭയങ്കര കളിയായിരുന്നു. എനിക്ക് ഇസ്കോയും കൂടെ ഒക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ കളി വീഴാൻ തുടങ്ങിയതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇസ്കോയൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ്. അപ്പം എനിക്ക് തോന്നുന്നത് അവസാനം ഒരു മാനേജർ ഒരു ടാക്ടിക്സ് മാറ്റി പ്രയോഗിച്ചു തോന്നുന്നു. കുറച്ച് യങ് പ്ലേയേഴ്സിനൊക്കെ വലിച്ച് കുറച്ച് എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സിനെ അപ്ലൈ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. ഇസ്കോ വരുന്നു, മൊറാട്ട വരുന്നു, അങ്ങനെ പലരും വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇവരുടെ പോർച്ചുഗലിന്റെ ഡിഫൻസ് പാളുന്നില്ല, ഡിഫൻസ് പൊട്ടുന്നില്ല. പോർച്ചുഗൽ കട്ടയ്ക്ക് ഡിഫൻസ് ചെയ്യുന്നു. അവര് ഉദ്ദേശിച്ച പോലെ തന്നെ. എനിക്ക് തോന്നുന്നു അവര് ഡിയേഗോ കോസ്റ്റയിൽ ഭയങ്കര വിശ്വാസം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവര് പെനാൽറ്റിക്ക് വേണ്ടി കളിച്ച പോലെ എനിക്ക് തോന്നിയിരുന്നു. എന്തായാലും അത് പെനാൽറ്റിയിൽ വരുന്നു, കളി ജയിക്കുന്നു, കോസ്റ്റ ഒരു സേവ് എടുക്കുന്നു. അതേപോലെ എസ്കോയുടെ ഒരു ബോൾ ശരിക്കും എസ്കോയുടെ കിക്കിൽ സേവ് എടുക്കേണ്ടതാണ് ശരിക്കും കോസ്റ്റ. പക്ഷെ അത് കോസ്റ്റ സ്റ്റെപ്പ് ഒന്ന് അൺബാലൻസ് ആയതുകൊണ്ട് ജസ്റ്റ് കയ്യിൽ തട്ടുന്നുണ്ട്, ബോൾ കയ്യിൽ തട്ടി അകത്തോട്ട് തന്നെ കയറുന്നുണ്ട്. അപ്പോൾ നേരത്തെ എസ്കോയുടെ കിക്കിലെ സേവ് എടുക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തായാലും മൊറാട്ട എന്താ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഒക്കെ വരുമ്പോഴത്തേക്ക് ആരുടെയെങ്കിലും ഒരു ട്രാജഡി ഉണ്ടാവേണ്ടതാണ്. അപ്പൊ അതുണ്ടായാലേ മത്സരം അവസാനിക്കുകയുള്ളൂ. ഇപ്പോൾ മൊറാട്ട ആയിരുന്നു ഇന്ന് അതിനുള്ള ആള്. മൊറാട്ട ഭയങ്കര വിഷമമൊക്കെ തോന്നി അവസാനം മാറി ഇങ്ങനെ ഒരു മൂലയ്ക്ക് നിൽക്കുന്നു. പക്ഷെ ഫുട്ബോളാണ്, അങ്ങനെയാണ്, അത് ആൾക്കറിയാം. എന്തായാലും പോർച്ചുഗൽ വീണ്ടും നേഷൻസ് ലീഗ് അടിച്ചിരിക്കുന്നു. റൊണാൾഡോ ഭയങ്കര സന്തോഷത്തിലാണ്. റൊണാൾഡോ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് കരയും പ്രാർത്ഥിക്കുകയും പുള്ളി എന്തൊക്കെയോ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് കിക്ക് എടുക്കുന്ന സമയത്ത് റൊണാൾഡോ ആരും കെട്ടിപ്പിടിച്ച് പുറകിൽ ഇങ്ങനെ ഒന്നും നോക്കാതെ, ഗ്രൗണ്ടിലോട്ട് കിക്ക് കണ്ടിട്ടില്ല റൊണാൾഡോ, കാണാതെയൊക്കെ ഇങ്ങനെ നിന്ന് പുള്ളി അവിടെ മുട്ടയിലിരുന്ന് അവിടെ ഇരുന്ന് കരയുന്നു, വിളിച്ചു പോകുന്നു, എന്തൊക്കെയായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. റൊണാൾഡോനെ റെസ്പെക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റൊണാൾഡോ ഈഗോ ക്ലാഷ് കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ ഒരുപാട് കുറഞ്ഞതായിട്ട് എനിക്ക് ഇന്നത്തെ മത്സരത്തിൽ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. കാരണം എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ശരിക്കും ഈ ഒരു മെന്റാലിറ്റിയിലാണ് പോർച്ചുഗലിന്റെ ടീം മുമ്പോട്ട് പോകുന്നതെങ്കിൽ അടുത്ത വേൾഡ് കപ്പ് അടിക്കാൻ ചാൻസ് ഉള്ള ടീമുകളുടെ പട്ടികയിലേക്ക് പോർച്ചുഗലും കയറുന്നു എന്ന് ഞാൻ പറയും. കാരണം അത് അങ്ങനെയാണ്. അപ്പോൾ അത്ര വലിയൊരു സ്ക്വാഡ് സ്ട്രെങ്ത് പോർച്ചുഗലിനുണ്ട്, അതിനുള്ള കപ്പാസിറ്റി പോർച്ചുഗലിനുണ്ട്, അതിനുള്ള ടാലന്റുകൾ പോർച്ചുഗലിനുണ്ട്, അതിനുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ക്വാഡ് അവർക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തായാലും നമുക്ക് നോക്കാം ഇനിയും എങ്ങനെയായിരിക്കും ഇനിയുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെ എല്ലാ മത്സരങ്ങളൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് ഫ്രണ്ട്ലി അതേപോലെ മത്സരങ്ങളൊക്കെയാണ് ഉള്ളത്. ഈ നെക്സ്റ്റ് ഫുട്ബോൾ സീസണിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.